കാലത്ത്. അങ്ങനെ ആ കൂട്ടത്തിൽപ്പെട്ട നായകന്മാരിൽ ഒരു കുട്ടി, വലിയൊരു കുട്ടി, വളരെ കഷ്ടപ്പെട്ട വഴികളിൽ കൂടെ ആ കുട്ടി IAS കിട്ടി. ഇതുവരെ ആരും ദയവായി ക്ഷമിക്കുക, മുണ്ട് കൂടുതൽ പാൻറ് എടുത്തിട്ടാണ് ശീലം. അങ്ങനെ ഈ ഒരു പയ്യൻ, ഈ ഒരു ധർമ്മൻ എന്ന് പറയുന്ന ഈ ഒരു കുട്ടി, ഈ കുട്ടിയെ അവിടെയുള്ള ഒരു ശ്രീനാരായണ ദേവന്റെ വിശ്വാസികളുള്ള ഒരു ഗ്രൂപ്പ് എടുത്ത് വളർത്തുന്നു. വളരെ പ്രയാസമാണ്. അമ്മയുടെ കയ്യിൽ നിന്ന് ഈ കുട്ടിയെ കൊണ്ടുവരാനും പഠിപ്പിക്കാനും അവർ സമ്മതിക്കില്ല, തിരിച്ചു പിടിച്ചുകൊണ്ട് പോകും. അങ്ങനെ ഈ കുട്ടിയെ അത് കഴിഞ്ഞ് ആ ഒരു ഉദ്യോഗത്തിന് വന്നിട്ട് ജാതി വ്യവസ്ഥയുടെ ഭീകരമായ മുഖങ്ങൾ ആ പയ്യൻ കാണുന്നു, അഭിമുഖീകരിക്കേണ്ടി വരും. അവനുണ്ടാകുന്ന ചിന്താക്കുഴപ്പം, അവൻ അവസാനം, ഞാൻ ഈ കഥ ഇത് മുഴുവൻ പറയാൻ പാടില്ല, നിങ്ങൾ വായിക്കണം, 100 പേജേ ഉള്ളൂ. ഇത്ര മനോഹരമായ ഹൃദയസ്പർശിയായ ഒരു കഥ പലപ്പോഴും നമ്മൾ വായിച്ചു കാണില്ല. ഒരൊറ്റ ഇരുട്ടിൽ ആ കഥ വായിക്കാം. അതിന് സംഗീതം നൽകില്ല, പാല് സംഗീതമെല്ലാം നമ്മുടെ ഒരു പരമ്പരാഗതമായ ശാസ്ത്രീയ സംഗീതമൊന്നുമല്ല അതിനകത്ത് കൊടുക്കേണ്ടി വരുന്നത്. മുഴുവൻ നാടൻ ഫോക്ക് അത്തരത്തിലുള്ള ഇനങ്ങൾ എല്ലാമാണ്. അപ്പം ഞാൻ ഇതുവരെ ചരിച്ചിട്ടില്ലാത്ത വഴികളിലൂടെ, വ്യത്യസ്തമായ വഴികളിലൂടെ ഞാനും നിശിയുടെ കൈപിടിച്ച് ഞാനും ഒപ്പം ഞങ്ങൾ ചരിക്കുകയാണ് ചെയ്യുന്നത്.